പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ ഇടങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ, കണ്ടുമുട്ടുന്ന വിഷയങ്ങൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി ഇന്ന് തീരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓരോരോ പ്രാക്ടിക്കൽ എക്സാം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഡോക്ടറേറ്റ് തീസിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരുടെ ഗൈഡുമാരിൽ നിന്ന് അവർക്ക് വേണ്ടത്ര സഹകരണം കിട്ടാത്തവരുണ്ട്.
ഈശോയെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളുണ്ട്, അവർക്ക് എന്തെങ്കിലും ജോലി കിട്ടണ ഒരു ചാകര സമയമാണിത്. ഇതുവരെക്കും ഒരു ജോലി കിട്ടിയതായിട്ട് അറിഞ്ഞിട്ടില്ല ഈശോയെ. കടങ്ങൾ മാത്രം ബാക്കിയായിട്ട് മക്കൾ വിഷമിക്കുന്നുണ്ട്. വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് പോകുന്നവർ വെറും കൈയോടെ വരുന്നതും കാണുന്നുണ്ട്. ഈശോയെ, എല്ലാവരുടെയും കടങ്ങളെ പരിഹരിക്കാൻ വേണ്ടി മാത്രം കടലിൽ നീ അനുഗ്രഹിക്കണം. കർത്താവ്, കാർഷിക മേഖലകളിൽ പ്രവർത്തിച്ചിട്ട് കർത്താവെ, അതുകൊണ്ട് വേണ്ടത്ര വരുമാനമോ അതിൻ്റെ തൊഴിൽക്കൂലികൾ കൂടുകയും അതിൻ്റെ വരുമാനത്തിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് നമുക്ക് വിറ്റ് വരവ് കുറയുകയും ചെയ്യുന്ന അവസ്ഥയിൽ എങ്ങനെ ജീവിക്കും? സ്ഥലം വിറ്റ് കളഞ്ഞാലോ, റബ്ബർ തോട്ടമോ ഏലത്തോട്ടമോ ഒക്കെ വിറ്റ് കളഞ്ഞാലോ, അത് നോക്കി നടത്തുന്ന ആളിലൊന്ന് ഓർത്ത് വിചാരിച്ചിട്ട് സ്ഥലം വിൽക്കാൻ നടക്കുന്നവരുണ്ട്. ആ ഉള്ള സ്ഥലത്ത് നിന്ന് വേണ്ടത്ര വരുമാനം കിട്ടാത്തവരുണ്ട്. ഈശോയെ, പല തരത്തിൽ വിഷമിക്കുന്ന അനുഭവിക്കുന്ന ഹെൽപ്പ് ദോസ് ഹു ആർ ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. കർത്താവെ, അത് നിൻ്റെ പരിഗണനയിലുള്ള വിഷയമാണ്. കർത്താവെ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ആരെല്ലാം ഇപ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനയോട് ചേരുന്നുണ്ടോ, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നുണ്ടോ, അവരെ എല്ലാം നീ ആശീർവദിക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ ദിവസം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് സാധാരണ കൃപാസനത്തിലെ പല ക്രിസ്ത്യൻ സാക്ഷ്യങ്ങളെക്കാളും ഉന്നതമായ ഗുണനിലവാരം പുലർത്തുന്ന നോൺ ക്രിസ്ത്യൻസിൻ്റെ സാക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ കേൾക്കും, നമുക്ക് തോന്നും, ദൈവമേ, ഇവർക്കൊക്കെ ഇത് എങ്ങനെ സാധിക്കുന്നെന്ന് തോന്നും. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാരണം, ഈ ക്രിസ്ത്യൻസ് ഈ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ അവർ ദൈവബന്ധങ്ങൾക്ക് ഒത്തിരിയേറെ ഉടമ്പടിയേതര മാർഗങ്ങൾ, നൊവേന പോലെയുള്ള അല്ലെങ്കിൽ തീർത്ഥയാത്ര പോലെയുള്ള പലതരത്തിൽ ദൈവത്തോട് ഇടപഴകാൻ പറ്റുന്ന രീതിയിലുള്ള പ്രാർത്ഥനാ രീതികൾ അവരുടെ കയ്യിലുണ്ട്. അപ്പം അവർ അങ്ങനെ പലതും അവർ അനുഷ്ഠിക്കും. തീർത്ഥയാത്ര, അതുപോലെ തന്നെ ജപമാല പ്രാർത്ഥന, നൊവേന പ്രാർത്ഥന, കർണക്കൊന്ത, ഇങ്ങനെ പല കാര്യങ്ങളും അവർ അനുഷ്ഠിക്കും. എന്നിട്ട് അതിൽ ഒരു കാര്യമായിട്ട് ഉടമ്പടി എടുക്കും. നിങ്ങൾ ഈ ജന്മത്ത് ഉടമ്പടിയുടെ യാതൊരു അനുഗ്രഹങ്ങൾക്കും അവകാശമാക്കാൻ പോണില്ല. എന്താ കാര്യം? നിങ്ങൾ ഉടമ്പടിയിലല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ഉടമ്പടിയിലായിട്ടുള്ള വ്യക്തി ഇപ്പോൾ ഒരാളെ വിളിച്ച് ഉറക്കത്തിൽ വിളിച്ചാലും അയാൾ ആദ്യം ചിന്തിക്കണം, അയ്യോ ഞാൻ ഉടമ്പടിയിലാണല്ലോ എന്നായിരുന്നു. ചിലർക്ക് ഭയങ്കര സന്തോഷമാണ് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷം. ചില ആൾക്കാർക്ക് ഉടമ്പടി എടുക്കുന്നത്, മറ്റുള്ളവരൊക്കെ ഉടമ്പടി എടുക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ എങ്ങാനും പഠിക്കൽ ബിരിയാണി വിളമ്പിയാലാ എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്കെങ്ങനെ അനുഗ്രഹം കിട്ടുമ്പോൾ നമുക്ക് ഉറഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇനി അത് എടുത്തില്ലെങ്കിൽ വേണ്ട, ഇനി ഉടമ്പടി എടുത്തില്ലെന്ന് വേണ്ട, ഇനി അതും എടുത്തേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ചുമ്മാ കയറി ഉടമ്പടി എടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഓരോരോ സാഹചര്യത്തിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉടമ്പടി എടുത്താൽ ഒരിക്കലും ഉടമ്പടി അതിൻ്റെ ക്ലച്ച് കിട്ടത്തില്ല. അതിൻ്റെ കാരണം, നിങ്ങൾ ഉടമ്പടിക്ക് വേണ്ടിയല്ല ഉടമ്പടി എടുക്കണത്, വേറെ എന്തിനു വേണ്ടിയാണ്? ഉടമ്പടിക്ക് വേണ്ടി ഇപ്പം ചില ആൾക്കാർക്ക് യാതൊരുവിധ ഇൻറ്റൻഷനും ഇല്ല. അവരോട് ചോദിക്കാൻ നമ്മൾ ഉടമ്പടി എടുക്കുന്നത് എന്തിനാണ്? ആ ഉടമ്പടിയിൽ വെച്ചാൽ ദൈവമായിട്ട് അടുത്ത് ജീവിക്കാൻ വേണ്ടിയാണെന്ന് പറയും. അപ്പം ആ ഉടമ്പടി തന്നെ അവർ വളരെ ഹാപ്പിയാണ്. ഉടമ്പടി തന്നെ ഒരാൾ ഹാപ്പി ആണെങ്കിൽ അയാൾ വല്ലാത്ത ഹാർവസ്റ്റിങ് നടത്തും. കാര്യം എന്താണ്? ഉടമ്പടിയിൽ തന്നെ അയാൾ ഹാപ്പി ആണെങ്കിൽ ദൈവത്തിൽ ഹാപ്പി ആണെന്ന് അതിൻ്റെ അർത്ഥം. ഇപ്പം നമ്മുടെ ഒരു വചനം വായിച്ചിട്ടില്ലേ, വിശ്വസിക്കാൻ, കർത്താവിൽ വിശ്വസിക്കാൻ കഴിഞ്ഞതിൽ
സന്തോഷിച്ചുകൊണ്ട് അവരും കുടുംബവും സന്തോഷിച്ചു വന്നു. അപ്പോസ്തല പ്രവർത്തനം 16:34. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു. അതാണ് കറക്റ്റ് ആനന്ദം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജോലി കിട്ടിയത് കൊണ്ടോ ദൈവത്തിൽ നിന്ന് മക്കള് ജനിച്ചത് കൊണ്ടോ വീട് വെച്ചത് കൊണ്ടൊന്നുമല്ല. സുവിശേഷത്തിലെ കറക്റ്റ് ആനന്ദം എന്ന് പറയുന്നത് അതാണ്. എന്താണ്? ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞത് അയാളും കുടുംബം. പാറാവുകാരനെ കുറിച്ച് പറയണേ, പാറാവുകാരനും കുടുംബവും സന്തോഷിച്ചു വന്നു. എൻ്റെ മക്കളെ, ഈ സന്തോഷത്തിലേക്ക് വരണം. ഉടമ്പടി എടുക്കാൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ നീ നിൻ്റെ കുടുംബവും സന്തോഷം ഉണ്ടാകണം. ഉടമ്പടി എടുക്കാൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ നീയും കുടുംബവും സന്തോഷം ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിൻ്റെ സന്തോഷത്തിന് ഒരു കാലത്തും കുറവ് വരത്തില്ല. കാര്യം എന്താ? നിൻ്റെ സന്തോഷത്തിൻ്റെ ആസ്പദം ദൈവത്തിൻ്റെ ആനുകൂല്യമല്ല, ദൈവം തന്നെയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. 24 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഈ പുണ്യഭൂമിയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട കൃപാസനം മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് എന്നെയും എൻ്റെ കുടുംബത്തിനെയും സാക്ഷിയാക്കി ഉയർത്തിയതിന് പരിശുദ്ധ മാതാവിനോടും തിരുകുമാരനോടും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ധന്യ. ഞാൻ നോൺ ക്രിസ്ത്യനാണ്. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ 2025 നവംബർ 3 ഉടമ്പടി എടുത്തത്. പിന്നെ ഞാൻ 3 മാസം കഴിഞ്ഞ് 2026 ഫെബ്രുവരി 3 അത് റിന്യൂ ചെയ്തു. പിന്നീട് 3 മാസം കഴിഞ്ഞ് മെയ് 15 റിന്യൂ ചെയ്തു. ഈ ഒരു 9 മന്ത്സ് കാലയളവിനുള്ളിൽ എനിക്ക് അൺകൗണ്ടബിൾ ആയിട്ടുള്ള ബ്ലെസ്സിങ്സാണ് അമ്മ മാതാവ് തന്നിരിക്കുന്നത്. എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ടാണ് കൃപാസനത്തെ പറ്റി അമ്മയോട് പറയുന്നത്. അതുവഴിയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഉടമ്പടി എടുക്കാൻ വരുമ്പോഴും ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോഴും എല്ലാവരും ഒരു നെഗറ്റീവായിട്ട് എന്നെ എൻകറേജ് ചെയ്യുന്നില്ല. ഞാൻ ഹിന്ദുവാണ്, നിങ്ങൾക്കിതൊക്കെ പാലിക്കാൻ പറ്റുമോ, ഉടമ്പടിക്ക് ഇത്തിരി സ്ട്രിക്റ്റാണ്, അതനുസരിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അത്ര കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഷുവറാക്കി തന്നെയാണ് ഫസ്റ്റ് ഉടമ്പടി ക്ലാസ് വന്ന് അറ്റൻഡ് ചെയ്തത്. അന്ന് തന്നെ ഞാൻ ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്ത് അന്ന് തന്നെ ഞാൻ വന്ന് എങ്ങനെയാണ് സാക്ഷ്യം പറയേണ്ടത് അതുപോലെ ഞാൻ അന്വേഷിച്ചറിഞ്ഞ് അത്രയും ഷുവർട്ടി ആയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് കോവിഡിൻ്റെ ഇഷ്യൂസ് കാരണം ഗൾഫിലെ ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നു. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ നമുക്കൊരു 28 lakhs ഹോം ലോൺ ഉണ്ട്, പിന്നെ 6 lakh പേഴ്സണൽ ലോൺ ഉണ്ട്, പിന്നെ ചിട്ടി, അങ്ങനെ ഒരുപാട് അടവുകളുണ്ട്. അപ്പോൾ നമ്മുടെ EMI ഒക്കെ ഡ്യൂ ആയി തുടങ്ങി. ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഒരുപാട് നമ്മൾ അലട്ടി തുടങ്ങി. അതിൻ്റെ ഉപരിയായിട്ട് എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു തുടങ്ങി. രാത്രി ഉറങ്ങാനും പറ്റില്ല. അങ്ങനെ വല്ലാത്തൊരു ഫിനാൻഷ്യൽ സ്ട്രഗിളിൽ പോകുന്ന സമയത്താണ് ഞാൻ ഉടമ്പടിയെ പറ്റി അറിഞ്ഞത്. അങ്ങനെ എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ ഒരു കൃപാസനം പത്രം വഴി തരികയും അതറിഞ്ഞ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്ന് ഉടമ്പടി എടുക്കുകയും അന്ന് ഫസ്റ്റ് ഉടമ്പടി എടുക്കാൻ വന്നത് ഞാൻ 5 നിയോഗങ്ങളാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. 6ാമത്തെ നിയോഗമായിട്ട് ഞാൻ ഈ ഉടമ്പടി എനിക്ക് നന്നായി പാലിക്കാൻ പറ്റണം എന്നാണ് ഞാൻ എഴുതിയിരുന്നത്. ആ 5 നിയോഗങ്ങളും എഴുതി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്ന പോലെ ഞാൻ അത് വിട്ടു, മനസ്സിൽ നിന്ന് വിട്ടു. ഞാൻ അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കുക ഒന്നും ചെയ്തില്ല. അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് സംശയവും വിശ്വാസവും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും മാതാവിനോട് ഇങ്ങനെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ 9 മന്ത്സിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ഈ ലോൺ എങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആലോചനയിലായിരുന്നു. പരിശുദ്ധ അമ്മ സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് ഇടപെട്ട് അതിൽ ഞങ്ങൾക്കൊരു തീർപ്പുണ്ടാക്കി തന്നു. ഹസ്ബൻഡിൻ്റെ പേരിലൊരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത് വിൽക്കാനും ലോൺ ക്ലോസ് ചെയ്യാനും പൂർണ്ണമായിട്ടും മനസ്സില്ലായിരുന്നു. അപ്പം ഞാൻ അപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്കൊരു വഴി കാണിച്ചു തന്നേന്ന്. അങ്ങനെ ഹസ്ബൻഡ് ഒരു ദിവസം പറഞ്ഞു, നമുക്കത് പ്രോപ്പർട്ടി എന്തായാലും വിൽക്കാം, ലോണെല്ലാം ക്ലോസ് ചെയ്ത് സമാധാനമായിട്ട് ജീവിക്കാമെന്ന്. അപ്പോൾ അതിന് മാതാവ് ഒരു വഴി കാണിച്ചു തന്നു. പിന്നെ ഞങ്ങളുടെ അടുത്ത ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർട്ടി സെയിലാവാനായിട്ട് ഒരു 6 മന്ത്സായി നമ്മളിങ്ങനെ അതിൻ്റെ പിന്നാലെ നടക്കുന്നില്ല. അപ്പോഴാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെട്ട് ഈ ജൂലൈ മാസം ഞാൻ എപ്പോഴും ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നൊരു കാര്യമാണ്, അമ്മ മാതാവിൻ്റെ നമ്പറാണ് 7. അതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു സാക്ഷ്യം പറയാൻ എന്നെ അനുവദിക്കണം, അതുമായി ബന്ധപ്പെട്ടൊരു മിറാക്കിൾ എൻ്റെ ലൈഫിൽ ഉണ്ടാകണമെന്ന്. അതുപോലെ തന്നെ ഈ ജൂലൈ മാസം, ഈ 7ാം മാസമാണ് ഞങ്ങളുടെ ഈ പ്രോപ്പർട്ടിയുടെ സെയിൽ നടന്നതും. അതുവഴി ഞങ്ങളുടെ ലോണ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ഉടമ്പടി ധ്യാനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഫോണിലേക്ക്
നിങ്ങളുടെ ലോൺ ക്ലോസ് ചെയ്തു എന്നുള്ളൊരു മെസ്സേജ്. എൻ്റെ ഫോണിൽ എപ്പോഴും നിങ്ങളുടെ EMI ഡ്യൂ ആണ്, അല്ലെങ്കിൽ ലോൺ ഇത്ര അടയ്ക്കണം എന്നുള്ള മെസ്സേജാണ് വന്നുകൊണ്ടിരുന്നത്. ഞാൻ അപ്പോൾ അത് ഓപ്പൺ ആക്കിയില്ല. അത് കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ 28 lakhs ലോൺ ക്ലോസ് ചെയ്തിരിക്കുന്നു, നിങ്ങൾ വന്ന് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രകാരം ഇന്നലെ 27th ഞാൻ പോയി എൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്തു. അതിലും 7 എന്നുള്ളൊരു നമ്പറുണ്ട്. അപ്പോൾ എപ്പോഴും ഉടമ്പടി എടുക്കാനായിട്ട് അച്ഛൻ പറയുന്ന പോലെ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന സമയത്താണ് നമ്മൾക്ക് ഉടമ്പടി എടുക്കാൻ തോന്നുന്നത്. അതെൻ്റെ ലൈഫിൽ അച്ചട്ടായിരുന്നു. അതായത് ഞാൻ ഈ 9 months ഉള്ളിൽ ഉടമ്പടി എടുത്തു. എൻ്റെ നിയോഗങ്ങൾ വെച്ചത് ഞാൻ ഓർക്കുക പോലും ഉണ്ടായിരുന്നില്ല. ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ എക്സ്ട്രാ ഭാരം എനിക്ക് കൂടി വന്നു. അത് നമ്മുടെ ഉടമ്പടിക്ക് ഗുണകരമായി എന്ന് പറയുന്നത് പോലെ തന്നെ എൻ്റെ ഉടമ്പടിക്ക് ഗുണകരമായി. ആ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് കൂടി വന്നതുകൊണ്ട് എനിക്ക് അമ്മ മാതാവ്, സമയ ചുരുക്കത്തിൻ്റെ അമ്മ മാതാവ് ഇടപെട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ആ ലോൺ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഈ പ്രോപ്പർട്ടി സെയിലാക്കാനായിട്ട് പറ്റാതിരുന്ന സമയത്ത് ഞാൻ വെഞ്ചരിച്ച ഉപ്പ് അവിടെ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് വിശ്വാസത്തോടു കൂടി ചൊല്ലിയിരുന്നു. അതൊക്കെ എൻ്റെ ലൈഫിൽ വല്ലാത്തൊരു അമ്മ മാതാവിൻ്റെ ഇടപെടലിൻ്റെ ഒരു പ്രൂഫായിരുന്നു. ആ സ്ഥലം ഞങ്ങൾക്ക് എത്രയും വേഗം വിൽക്കാൻ പറ്റിയതും. അപ്പോൾ ഇതുപോലെ ഇന്ന് അച്ഛൻ പരിശുദ്ധ കുർബാനയിൽ പറഞ്ഞതുപോലെ എൻ്റെ സാക്ഷ്യം ആർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ, ഇതുപോലെ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ്, ലോൺ എടുത്തിട്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും നമ്മൾ ഉടമ്പടി എടുത്ത് അതുപോലെ ഇന്നും ഉടമ്പടി എടുത്താൽ നിങ്ങൾക്ക് പറ്റില്ലെന്ന് പറഞ്ഞവരുടെ മുന്നിൽ ഞാനിവിടെ 9 months ഞാൻ ഉടമ്പടി പാലിക്കുന്നു. അതിലെല്ലാ കാര്യങ്ങളും ഒരു ഹിന്ദുവായിട്ടും ഞാൻ എല്ലാം പാലിക്കുന്നു. അതനുസരിച്ച് ഞാൻ ജീവിക്കുന്നു. ഇനി ലൈഫ് ലോങ് സ്റ്റേബിളായി തന്നെ ഈ ഉടമ്പടിയിൽ പോകാനാണ് എൻ്റെ തീരുമാനം, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും. പിന്നെ രണ്ടാമതായിട്ടുള്ള സാക്ഷ്യം പറയാനായിട്ട്, എൻ്റെ ഹസ്ബൻഡിന് ജോലി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം ആ ഒരു നഷ്ടപ്പെട്ട ഒരു സമയത്ത് നാട്ടിൽ വന്ന് ഒരുപാട് കമ്പനികൾ അപ്രോച്ച് ചെയ്തു, അപ്ലിക്കേഷൻസ് അയച്ചു, ഒരുപാട് ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്തു. ആളുടെ ഭാഗത്തു നിന്നൊരു പോസിറ്റീവായിട്ടൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളത് പിന്നെ അത് വിട്ടു. ഇനിയിപ്പം ഗൾഫിലെ ജോലി നമുക്കിനി നോക്കണ്ട, നമുക്കിവിടെ തന്നെ നോക്കാമെന്നുള്ളൊരു ഇതിലിരിക്കുകയായിരുന്നു. പിന്നെ ഇങ്ങനൊരു നിയോഗം വെച്ചിട്ടുണ്ടെന്ന് പോലും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അന്വേഷിച്ചു, നമ്മൾ എൻക്വയറി ചെയ്ത സമയത്തൊന്നും നമുക്കൊരു റെസ്പോൺസോ നമുക്ക് അതിൽ നിന്നും റിപ്ലൈ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമുക്ക് ആക്സിഡൻ്റലായിട്ട് നമുക്ക് ഹസ്ബൻഡിനൊരു വീഡിയോ കോൾ വരാണ് ഗൾഫിൽ നിന്നും. ഒരു ഫ്രണ്ടാണ് വിളിച്ചത്, നിനക്ക് ഞാൻ വിസ അയച്ചു തരാം, നീ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കയറി പോരുന്നുള്ളത്. അവിടെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നൊരു ഈശോയുടെ അമ്മ കാത്തു നിൽക്കുകയായിരുന്നു. അങ്ങനെ ആ അനുഗ്രഹവും എനിക്ക് കിട്ടിയിരുന്നു. പിന്നെ ഈ ലോണെല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഞങ്ങൾക്ക് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് ഇൻസൾട്ടേഷൻ, അതായത് EMI ഡ്യൂ വരുമ്പോൾ എൻ്റെ സാലറിയുടെ റിക്കവറി 90% റിക്കവറി. നമ്മളൊരു മാസം വർക്ക് ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും കാണാണ് നമ്മുടെ സാലറിയിൽ നിന്ന് റിക്കവറി പോകുന്നത്. വല്ലാത്തൊരു അപമാനം നേരിടുന്നൊരു സന്ദർഭം ആയിരുന്നു. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സീനിയർ ഗ്രേഡ് അസിസ്റ്റൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അത് ആരോടും പറയാൻ പറ്റില്ല, സാലറിയിൽ നിന്ന് റിക്കവറി ആയിട്ട് പോവുകയാണ്, എങ്ങനെ ഇതിനൊരു സമാധാനം കണ്ടെത്തുന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഗോൾഡ് കുറേയൊക്കെ വിറ്റു, ഗോൾഡ് പണയം വെച്ചു, പിന്നെ സ്വന്തമായിട്ടുണ്ടായിരുന്ന കാറ് വിൽക്കേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് സ്ട്രഗിളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവരെല്ലാം നമുക്കൊരു നെഗറ്റീവ് വരുമ്പോൾ നമ്മളെ നോക്കി പരിഹസിക്കുകയും ഇൻസൾട്ട് ചെയ്യുകയും ചെയ്തപ്പോൾ ഞാൻ തളർന്നില്ല. ഞാൻ ഉടമ്പടിയിൽ തന്നെ ഉറച്ച് വിശ്വസിച്ച് നിന്നു. അങ്ങനെ ഞങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ ഞാൻ ലോൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരിക്കലും ആകസ്മികമായിട്ടെന്ന് തന്നെ പറയാം, അമ്മ മാതാവിൻ്റെ കളറിൽ, ഒരു ഗ്രേ കളറിൽ പുതിയ മോഡൽ ഒരു കാറ് മേടിക്കുവാനായിട്ട് സാധിച്ചു. അതൊരു വലിയ അനുഗ്രഹമായിട്ട് കാർ മേടിച്ചതിൻ്റെ എന്ന് പറയല്ല, പക്ഷേ അമ്മ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ടാണ്. കാരണം അത്രയധികം ഇൻസൾട്ടേഷൻ, നമ്മുടെ പ്രോപ്പർട്ടീസൊക്കെ വിൽക്കാണ്, ഗോൾഡ് പോകുന്നു, കാറ് പോകുന്നു. അപ്പം തന്നെ നമുക്ക് ചുറ്റുപാടുള്ളവർ മനസ്സിലാക്കിയാണ് നിങ്ങളൊരു വല്ലാത്ത അവസ്ഥയും കൂടി കടന്നു പോകുന്നുള്ളത്. അപ്പം അങ്ങനെ കളിയാക്കിയവരുടെ മുന്നിൽ എന്നെ ഉയർത്തിപ്പൊക്കി കൊണ്ടുവന്നത് എൻ്റെ അമ്മ മാതാവാണ്. ഞാൻ ഒരുപാട് എത്രയധികം നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാകില്ല അമ്മ മാതാവിനോട്. പിന്നെ നമ്മൾ ഈ ലോണൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ വീടിൻ്റെ പേരിൽ 3 ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് ഉള്ള ഒരു പേപ്പേഴ്സും അപ്ലിക്കേഷനൊക്കെ ഫോർവേഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ 2 അപ്ലിക്കേഷൻസ് നമ്മൾ നല്ല സ്മൂത്തായിട്ടെല്ലാതും ചെയ്തു. അതിൽ മുടക്കും പ്രൊസീജിയേഴ്സൊക്കെ അതേപോലെ തന്നെ നടന്നു. അതിൽ 3ാമത്തേലാണ് നമുക്ക് നല്ല ക്യാഷ് റീഫണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മൾ റീഫണ്ട് ചെയ്യാനായിട്ട് നമ്മൾ പോയപ്പം അവർ പറഞ്ഞു, നിങ്ങളുടെ ഈ ലോൺ എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു പോളിസി ബോണ്ട് തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ഡൽഹി ബേസ്ഡ് ഒരു ഇൻഷുറൻസ് കമ്പനിയാണ്. അപ്പോൾ നിങ്ങൾക്കത് പോളിസി ബോണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 1.5 വീക്സായിട്ട് ഞാനും വീട്ടിലെല്ലാവരും നമ്മളിത് തപ്പലാണ്. കാരണം എന്താ വെച്ചാൽ ഈ പോളിസി ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈ പോസ്റ്റ്, സ്പീഡ് പോസ്റ്റ് വീട്ടിൽ വന്ന് റിസീവ് ചെയ്തു. പിന്നെ നമ്മളത് പൊട്ടിച്ചിട്ട് പോലും ഇല്ല, അത് എന്താന്ന് പോലും
പോലും നോക്കിയിട്ടില്ല. അങ്ങനെ ഈ ഒരു ഡോക്യുമെൻ്റ് അന്വേഷിച്ച് ഇനിയിപ്പം കിട്ടില്ല, 1.5 വീക്സ് നമ്മൾ നടന്ന് അന്വേഷിക്കുകയാണ്. അപ്പോൾ അമ്മ മാതാവിനോട് മുട്ടിപ്പായിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഇനി എന്താ ചെയ്യുക. അപ്പോൾ ഇന്നലെ അല്ല, ഒരു 2 days ബാക്ക് അവിടെ ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇനി കിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. അപ്പോൾ ഒരു 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ നമ്മൾ പറഞ്ഞ മാറ്റർ ടൈപ്പ് ചെയ്ത് നമുക്ക് ഡൽഹിയിലേക്ക് അയക്കാം. ഒരു ഇമെയിലും കൂടി നമുക്ക് റിക്വസ്റ്റ് ആയിട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. പക്ഷെ എന്നാലും നിങ്ങൾ ഒന്നും കൂടി നിങ്ങൾ നോക്കൂ, ഈ ഡ്യൂപ്ലിക്കേറ്റ് അയച്ച് എടുത്ത് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് വളരെയധികം നീണ്ടുപോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പലിശയിൽ പിന്നെയും ഈ ഇൻഷുറൻസിൻ്റെ പൈസയിൽ കുറവ് വരും. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി പോയി തപ്പാൻ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ സാർ പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും വീട്ടിൽ വന്നിട്ട് ഞാൻ അമ്മയായിട്ട് എനിക്ക് എപ്പോഴും കമ്മ്യൂണിക്കേഷനാണ്. ഒരു കാര്യം നേരത്തെ പറയാൻ വിട്ടുപോയത് എന്താ വെച്ചാൽ നമ്മൾ പ്രോപ്പർട്ടി വിൽക്കണ ഒരു കേസായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞൊരു തുക എന്ന് പറയുന്നത് 4.9 lakhs ആയിരുന്നു. അപ്പോൾ അവർക്കത് അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. അങ്ങനെ ഒരു ബാർഗെയിനിങ് വന്നപ്പോൾ ഈ ഒരു സെയിൽ ഉപേക്ഷിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ഇത് വന്നപ്പം ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് രാത്രിയിൽ ഒരു സ്വപ്നത്തിൽ കണക്ക് എൻ്റെ അടുത്തൊരു 4.80 എന്നുള്ളൊരു ഇങ്ങനെ എഴുതി കാണിക്കുകയാണ്. ഞാനിങ്ങനെ ഉറക്കത്തിൽ എഴുതി കാണിക്കുകയാണ് 4.80 നീ ഫിക്സ് ചെയ്തോ എന്നുള്ളത്. ഞാൻ പെട്ടെന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നും കാണുവാനില്ല, ഇരുട്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ആഴ്ച നമ്മൾ 4.80 അത് ഫിക്സ് ചെയ്തു. ആ സെയിൽ നടക്കുകയും ചെയ്തു കേട്ടോ. തിരിച്ച് നമ്മൾ ഇതിലേക്ക് തന്നെ വരാം. ഇൻഷുറൻസിൻ്റെ പേപ്പർ ഞാൻ മിസ്സായെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ വീട്ടിൽ ഞാൻ ഇന്നലെ വന്നപ്പോൾ ഞാൻ അമ്മോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അമ്മ ഞാൻ എൻ്റെ ഇപ്പം ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചതാണ് എൻ്റെ ലോൺ ക്ലോസ് ചെയ്ത് എൻ്റെ ആധാരം വീണ്ടെടുത്ത് തരണം എന്നുള്ളത്. ആ ആധാരം വീണ്ടെടുത്തു. ഇനി നീ ഒരു പോളിസി ഡോക്യുമെൻ്റ് എന്നിൽ നിന്ന് എന്തിനാണ് ഹൈഡ് ചെയ്യുന്നത്, അതും കൂടി എനിക്കൊന്ന് റിക്കവർ ചെയ്ത് തരണേന്ന് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ വീടിൻ്റെ താഴെയുള്ള അലമാരി ഫുള്ളും നോക്കിക്കഴിഞ്ഞു. ഒരു 3 ട്രിപ്പ് നോക്കിക്കഴിഞ്ഞു. അതിൻ്റെ ഒപ്പം പ്രാർത്ഥിക്കണമുണ്ട്. അങ്ങനെ ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ മേലെ പോയിട്ട് ഒരു അലമാരി ഉണ്ട്, അവിടെ നമ്മുടെ ഒരു പഴയ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ വെക്കുന്നത്. അപ്പം മക്കളും ഹസ്ബൻഡൊക്കെ എന്നോട് പറഞ്ഞു നീ എന്തിനാ ഇവിടെ തപ്പുന്നത്, ഇത് പഴയ ഡോക്യുമെൻറ്റ്സ് അല്ലേ, ഇതിപ്പം നമ്മൾ പുതിയതല്ലേ, നീ ഇവിടെ തപ്പിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാലും നമുക്കൊന്ന് തപ്പാം എന്നുള്ളതിൽ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ തന്നെ ഇരുന്ന് എല്ലാ നിലത്ത് വലിച്ചിട്ട് എല്ലാ ഡോക്യുമെൻറ്റ്സും തപ്പുന്നതിന് ഇടയിൽ ഇങ്ങനെ ഇനിയിപ്പം കിട്ടില്ല എന്നിങ്ങനെ എണീറ്റ് പോരാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ രണ്ടാമത്തെ മോൻ വന്നിട്ട് പറഞ്ഞു അമ്മയുടെ കാലിൻ്റെ ഇടയിൽ ഒരു ബ്ലൂ കവർ ഇരിക്കുന്നുണ്ടല്ലോ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ബ്ലൂ കവർ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഇത്രയും നാളും കിട്ടിയില്ല എന്ന് വിചാരിച്ച ഒറിജിനൽ പോളിസിയുടെ ഡോക്യുമെൻ്റാണ് എനിക്ക് അമ്മമാതാവിൻ്റെ കൺമുന്നിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. എൻ്റെ ദേഹമൊക്കെ കോരിത്തരിച്ച പോലെ, ഒരു അഗ്നി വന്ന് എന്നെ പൊതിഞ്ഞ പോലെ എനിക്ക് തോന്നി. ഒരു അമ്മയുടെ അനുഗ്രഹം, അത്രയ്ക്കൊരു അനുഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പോളിസി ഡോക്യുമെൻ്റ് തിരിച്ച് ലഭിച്ചതിന് അമ്മയുടെ സംയോജിതമായ ഇടപെടലിന് അമ്മയോട് ഞാൻ നന്ദി പറയുന്നു. ഇതൊക്കെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ് ആണെന്ന് ഞാൻ വീണ്ടും ഏറ്റുപറയുകയാണ്. പിന്നൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് ഈ ലോണ് ക്ലോസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ഞാൻ പെൻഷനായാലും എൻ്റെ ആധാരം വീണ്ടെടുക്കാൻ പറ്റുമോ എന്നുള്ള ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. ഒരു ഡിപ്രഷൻ മൂഡിൽ സൂയിസൈഡ് ചെയ്യണോ, സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് വരെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ പോയി ഉറക്കമില്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയായിരുന്നു, ഒരു സ്ലീപ്പിംഗ് പാരാലിസിസ് ഒക്കെ പോലെ. അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കാം, അമ്മ എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റണേ, രാത്രി ഒന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റിയാൽ മതി എന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ഇപ്പം ഈ ഉടമ്പടി എടുത്ത് എല്ലാം ഉടമ്പടി പാലിച്ച് കൃത്യമായി പാലിച്ച് ഇപ്പം എനിക്ക് ഉറക്കം അധികമാണ്. എല്ലാ ദിവസവും ഞാൻ ഉറങ്ങി മതിയാവാത്ത പോലെയാണ് എണീക്കുന്നത്. അപ്പോൾ ഇത്രയും എൻ്റെ ഒരു പ്രശ്നത്തിന് അമ്മ ഇത്രയും പെട്ടെന്നൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തന്നതിന് അമ്മ മാതാവിനോട് ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ ഒരു കാര്യമുള്ളത്, ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. തൃശ്ശൂരിൽ നിന്ന് യൂണിവേഴ്സിറ്റി ഒരു 210 കിലോമീറ്റേഴ്സ് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. അപ്പോൾ ഞാൻ ട്രെയിനിൽ പോയി വരികയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ അവിടെ ഹോസ്റ്റലിൽ നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത്ര സീനിയർ അല്ലാത്തത് കൊണ്ട് എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സംയോജിതമായ അമ്മയുടെ ഇടപെടൽ കാരണം ആപ്ലിക്കേഷൻ കൊടുത്ത് ഒരു 3 വീക്സിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ആ ഹോസ്റ്റലിൽ ഏറ്റവും നല്ലൊരു റൂം അലോട്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അമ്മയുടെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ ക്വാർട്ടേഴ്സിനും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലും ഒരു നല്ല ക്വാർട്ടേഴ്സ് അമ്മ എനിക്ക് അലോട്ട് ചെയ്ത് തന്നു. അപ്പോൾ ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് എനിക്ക് തന്നതിന് ഞാൻ അമ്മ മാതാവിനോട് മാത്രം കടപ്പെട്ടിരിക്കുന്നു. ഇതൊന്നും എൻ്റെ മെറിറ്റല്ല, ഞാനിവിടെ എത്തിപ്പെടാനായിട്ട് അമ്മ മാതാവ് എനിക്കൊരു വഴി കാണിച്ചു തന്നു. അതിന് അമ്മ മാതാവിനും ഈശോയോടും ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു.
പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൃപാസനം പത്രം ഞാൻ എല്ലാവർക്കും നമ്മൾ നോ പറയാത്തവർക്കൊക്കെ ഞാൻ കൊടുക്കും. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേൾക്കാനായിട്ട് മനസ്സുള്ളവരോട് ഞാൻ പറയും, ഞാനിങ്ങനെ ഹിന്ദുവാണ്, എനിക്ക് ഇത്രയധികം ബ്ലെസ്സിങ്സ് അമ്മ മാതാവ് തന്നിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ കൃപാസനത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അവർ അപ്പുറത്തുനിന്ന് ചോദ്യം വരും, നിനക്ക് എന്താ കിട്ടിയെന്ന്. അപ്പോൾ ഞാൻ പറയും, എനിക്ക് ഭൗതികമായ ആവശ്യങ്ങളെക്കാൾ ഉപരി ഞാൻ കോൺവെൻറ്റ് സ്കൂളുകളിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് നന്നായിട്ട് പ്രയറൊക്കെ അറിയാം. പിന്നെ പള്ളിയിലൊക്കെ ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെ പോകുമായിരുന്നു. പിന്നെ ലൈഫിൽ എപ്പോഴൊക്കെയോ നമ്മുടെ കല്യാണം കഴിഞ്ഞ് ജോലി കിട്ടി മക്കളായി ഞാൻ എല്ലാ പ്രയറും ഞാൻ വിട്ടു. ആത്മീയ ജീവിതത്തിൽ നിന്ന് അകന്നു പോയൊരു സന്ദർഭത്തിൽ ലൈഫ് നല്ലൊരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എപ്പോഴും അച്ഛൻ പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്ട്രഗിൾസ്, അത് ദൈവത്തിനോട് അടുക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്ട്രഗിൾസ് തരുന്നതെന്ന് ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളും മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് സ്ട്രഗിൾസ് വന്നത്. അപ്പോൾ അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് എനിക്ക് ആ സ്ട്രഗിൾസ് പിന്നെയും സ്ട്രഗിൾസ് വന്നുകൊണ്ടിരുന്നു. അതെല്ലാം ഞാൻ ഫേസ് ചെയ്തു. ഇപ്പോൾ ഞാൻ ഉടമ്പടിയിലൂടെ മുന്നോട്ട് പോകുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയമുള്ളപ്പോഴും എല്ലാ വീക്ക്സും ചെയ്യും. നമ്മൾ ഭക്ഷണം തയ്യാറാക്കി, ഞാൻ തന്നെ കൈകൊണ്ട് തയ്യാറാക്കി ഭക്ഷണം ഒരു 20 പൊതിയെങ്കിലും പൊതിച്ചോറ് കൊടുക്കും. അപ്പോൾ നമ്മളെ അറിയാത്ത ആളുകളാണ്, അവർ നമ്മുടെ തലയിൽ കൈവച്ച് ഗോഡ് ബ്ലസ് യു എന്ന് പറയുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊരു ഞാൻ മറ്റുള്ളവരോട് കെയർ എടുക്കുക അല്ലെങ്കിൽ ഞാൻ കാരുണ്യ പ്രവൃത്തികൾ അങ്ങനെയൊന്നും അത്ര ക്രൂവലല്ല, പക്ഷേ ഞാൻ അങ്ങനെ ഓപ്പണായിട്ട് ആർക്കും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാത്ത ഒരാളായിരുന്നു. പിന്നെ എൻ്റെ മുന്നിൽ കൈ നീട്ടുന്ന ഏവരും, അതൊരു ഭിക്ഷക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ വയ്യാത്ത ആരെങ്കിലും ആയിക്കോട്ടെ, എൻ്റെ കയ്യിൽ പേഴ്സിൽ എന്താണുള്ളത്, 100 രൂപയാണോ 50 രൂപയാണോ അല്ലെങ്കിൽ ചായ കുടിക്കാനായിട്ട് പൈസ വേണം മോളെ എന്ന് പറഞ്ഞ് ഗേറ്റിൻ്റെ അവിടെ ആര് വന്നാലും ഞാൻ അവർക്ക് എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ എടുത്ത് കൊടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാരുണ്യ പ്രവർത്തനം വന്നിട്ടുള്ളത്. പിന്നെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഡെയിലി ബ്രെഡ്, പിന്നെ ഈവനിങ് പ്രയർ, ഇത് എൻ്റെ മൂത്ത മോന് ബിഡെസിന് പഠിക്കുകയാണ് ഡൽഹിയിൽ. അപ്പോൾ ഞങ്ങൾ കോൺഫറൻസ് കോൾ വിളിച്ചിട്ടാണ് ആ പ്രയർ ഞങ്ങൾ ചൊല്ലുന്നത്. അപ്പോൾ 3 വീട്ടിൽ ഹസ്ബൻഡും ഞാനും മക്കളും പിന്നെ അമ്മയുണ്ടാവും. അപ്പോൾ ഒരുമിച്ച്, അതായത് ഈശോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ നാമത്തിൽ, കറക്റ്റായിട്ട് എനിക്ക് ആ വചനം ഓർമ്മയില്ല, എൻ്റെ നാമത്തിൽ നിങ്ങൾ 3-4 പേര് ഒത്തുകൂടിയാൽ അവിടെ നല്ല ബ്ലെസ്സിങ്സ് ഉണ്ടാവും എന്നുള്ളത്. അത് ശരിക്കും എൻ്റെ ജീവിതത്തിൽ അത് റിയലായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഒരുമിച്ചാണ് ആ പ്രയർ ചൊല്ലുന്നത്. ഒരു പ്രയർ ചൊല്ലിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു സാക്ഷ്യം ഞാൻ കേൾക്കും. എല്ലാവരും കൂടിയിട്ടാണ് ആ സാക്ഷ്യം കേൾക്കുന്നത്. പിന്നെ ഡെയിലി വരുന്ന സാക്ഷ്യം അപ്ഡേറ്റ് ആയിട്ട് ഞാൻ കേൾക്കാറുണ്ട്. അത് കഴിഞ്ഞ് സാക്ഷ്യം കേട്ട് അന്നത്തെ സാക്ഷ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ പഴയ സാക്ഷ്യങ്ങൾ എടുത്തിട്ട്, പഴയ സാക്ഷ്യം അതായത് ഡേറ്റ് അനുസരിച്ചാണ് കേട്ടോ ആ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കും. അതനുസരിച്ച് എൻ്റെ ജീവിതത്തിലും ഇതുപോലെ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഉടമ്പടിയിലൂടെ റിക്കവർ ആവാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള ഒരു പൂർണ്ണമായ ബോധ്യം എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ ഒന്നാണ് ട്യൂസ്ഡേയ്സിൽ അച്ഛൻ്റെ ധ്യാനം. അത് ഞാൻ വെയിറ്റ് ചെയ്യും. ഞാൻ മൺഡേ ഒന്ന് കഴിഞ്ഞ് ഞാൻ ട്യൂസ്ഡേ ആണ് ഫാസ്റ്റിംഗ് എടുക്കുന്നത്. ഡെയിലി രാവിലെ തൊട്ട് വെള്ളം മാത്രം കുടിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് വൈകിട്ടാകുമ്പോഴത്തേക്ക് ആ ഒരു ബ്രേക്ക് ചെയ്യേണ്ട സമയമാകുമ്പോൾ എനിക്കതൊരു ലഹരി പോലെയാണ്. എൻ്റെ ക്ഷീണം ഞാനൊരു ലഹരിയായിട്ട് എടുക്കും. ആ ട്യൂസ്ഡേയ്സിൻ്റെ ധ്യാനം ഞാൻ അച്ഛൻ പറയുന്ന ഓരോ വാക്കുകളും ഞാൻ എഴുതി വയ്ക്കും. അതായത് നമ്മൾ ഉടമ്പടി എടുക്കുന്നത് ഗോഡായിട്ടൊരു ഇൻറ്റിമസി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഡിസിപ്ലിന് ലൈഫ് നമുക്ക് ഉണ്ടാവണം. അധികം സംസാരിക്കാതെ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കണം. ഇതൊക്കെ ഞാൻ കോട്ടുകൾ നോട്ട് ചെയ്ത് വെച്ച് എൻ്റെ ജീവിതത്തിലും ഞാനത് പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ട്യൂസ്ഡേയ്സിൻ്റെ ധ്യാനം പറഞ്ഞു. സാക്ഷ്യം ഞാൻ ഒരുപാട് കേൾക്കാറുണ്ട്. അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ സാക്ഷ്യം കേൾക്കുന്നത്. അപ്പോൾ ഇത്രയധികം അനുഗ്രഹങ്ങൾ അമ്മ മാതാവും ഈശോ അപ്പനും എനിക്ക് നേടിത്തന്നതിന് എനിക്ക് ഒരുപാട് ഞാൻ നന്ദി പറയുന്നു. ഇനി ലൈഫ് ലോങ് ഞാൻ എൻ്റെ ലൈഫ് എപ്പോഴാണോ കഴിയുന്നത് അതുവരെ സ്റ്റേബിളായിട്ട് ഈ ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ ഈ സ്ട്രഗിൾസ് വന്നപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനെ അതുപോലെ നമ്മൾ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തു. എന്താ നമ്മുടെ ഫിനാൻഷ്യൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ സങ്കീർത്തനങ്ങളിൽ പറയുന്നുണ്ട് നിങ്ങൾ മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാളും ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് ആ ഒരു വചനം ഞാൻ എന്നിലൂടെ, അതായത് ചില EMI ഡ്യൂ ആകുമ്പോൾ നമ്മൾ അവരെ വിളിച്ച് നമ്മൾ റിക്വസ്റ്റ് ചെയ്യും, ഞാൻ ഇന്ന 1 വീക്കിൻ്റെ ഉള്ളിൽ അടയ്ക്കാട്ടോ എന്നുള്ളതൊക്കെ. പിന്നെ ഞാൻ അങ്ങനെ റിക്വസ്റ്റ് ചെയ്യാണ്ടേ, കാരണം എനിക്ക് ധൈര്യമായി അമ്മ മാതാവിൻ്റെ കൂടെയുണ്ട്. EMI ക്ലോസ് ചെയ്യാൻ പറ്റും, എൻ്റെ ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ശക്തമായിട്ടുള്ളൊരിത്. അപ്പോൾ ഇത്രയധികം അനുഗ്രഹങ്ങളാണ് അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയധികം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന എല്ലാവർക്കും ഈ സാക്ഷ്യം ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നേടിയിട്ടുള്ളത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ് ആണ്. അമ്മ മാതാവിനും തിരുകുമാരനോടും ഒരിക്കൽ കൂടി എൻ്റെ അകമഴിഞ്ഞ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി പറയുന്നു. ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും.
ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 31 അധ്യായം 25 വചനം. ഒരു അൺഎക്സ്പെക്റ്റഡ് വീഡിയോ കോളിൽ കൂടിയാണ് ഒരു അകന്ന കൂട്ടുകാരൻ തന്നെ ഒരു ജോലി വേക്കൻസിയെ പറ്റി അറിയിക്കുകയും പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിന് വിസ അവിടുന്ന് അയച്ചു കൊടുക്കുകയും വളരെ പെട്ടെന്ന് അവിടെയും സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലിലൂടെ ദുബായിക്ക് ജോലിക്ക് വേണ്ടി തിരിച്ചു പോകാൻ സാധിക്കുകയും ചെയ്തത്. ഇവിടെയൊക്കെ നാം കാണുന്നത് നമുക്കൊരു മെറിറ്റും ഇല്ലാത്തപ്പോഴും നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ആ ദൈവത്തിൻ്റെ കൃപയാൽ നമുക്കെല്ലാം നടത്തി തരുന്ന ഒരു ദൈവത്തെയാണ് ഉടമ്പടി മക്കളെ കണ്ടുമുട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഈ മകൾ പറഞ്ഞത്, ഞങ്ങളുടെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാൽ ഹസ്ബൻഡിനെ തിരിച്ച് ദുബായിലേക്ക് ഒരു ജോലി കിട്ടി തിരിച്ചു പോകാൻ സാധിച്ചു. പിന്നീട് കടബാധ്യതയുടെ സമയത്ത് വാഹനം പോലും വിറ്റു പോകേണ്ടി വന്നു, ഗോൾഡെല്ലാം പണയം വെക്കേണ്ടി വന്നു. പക്ഷേ അതെല്ലാം വീണ്ടെടുക്കുകയാണ്. അമ്മയുടെ കളറിൽ തന്നെ ഒരു വാഹനം പിന്നീട് വാങ്ങിക്കുവാനും പണയം വെച്ച ഗോൾഡെല്ലാം തിരിച്ചെടുക്കാനൊക്കെ സാധിച്ചത് ഇവിടെയെല്ലാം ഈശ്വരൻ അമ്മയുടെ വലിയ കൃപയും അനുഗ്രഹവുമാണ്. പോളിസി ഇൻഷുറൻസിന് വേണ്ടിയിട്ട് പോളിസി ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റായ ഡോക്യുമെൻറ്റ്സ് കാണാതാവുകയും അവിടെയും അമ്മയെ വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് അവിടെയും അമ്മ ഇവരെ കൈവിട്ടില്ല. എല്ലാ കാര്യത്തിലും അമ്മ കൂടെ നിൽക്കുന്ന ഒരമ്മയാണ് ധന്യയ്ക്ക് ധന്യയുടെ ജീവിതത്തെ കണ്ടുമുട്ടാൻ സാധിച്ചത്. പിന്നീട് ഈ മകൾ പറയുന്നത് തന്നെ എല്ലായിടത്തും എപ്പോഴും അമ്മയുടെ സാന്നിധ്യവും കൃപയുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഉടമ്പടിയിൽ വന്നേ പിന്നെ ഒരു ഡിസിപ്ലിൻഡ് സ്പിരിച്വൽ ലൈഫാണ്. ഒരു ഡിസിപ്ലിൻഡ് ആത്മീയതയിലേക്ക് വരുവാനും ദൈവവുമായിട്ടുള്ള ഒരു ഇൻറ്റിമസിയിലേക്ക് ചേരാൻ സാധിച്ചു എന്നുമാണ് തന്നെ നമ്മളോട് വെളിപ്പെടുത്തുന്നത്. ഒരു അക്രൈസ്തവയായ ഈ മകളുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയുടെ കടന്നു ചേർന്ന് കൂടുതൽ അറിയുവാനും അറിയാത്ത ആ ദൈവത്തെ അറിഞ്ഞപ്പോൾ അറിയാത്തവരെ അറിയിക്കുവാനുള്ള ആ തീഷ്ണതയും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ എല്ലാം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്റ്റാഫായ ഈ മകൾ സ്റ്റാറ്റസ് മറന്ന് പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് മറ്റുള്ളവരെ സഹായിക്കാൻ കെടുത്ത ആ തീഷ്ണതയൊക്കെ ഈശോയും അമ്മയും എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ്. തന്നെയുമല്ല, കുടുംബം തന്നെ ഉടമ്പടിയിലാണ്. ഹസ്ബൻഡും വൈഫും മകന് പുറത്ത് പഠിക്കുകയാണ്. BDS പഠിക്കുന്ന മകനെ കോൺഫറൻസ് കോളിൽ വിളിച്ച് വീഡിയോയിൽ അവർ ഒന്നിച്ച് അച്ഛൻ്റെ രാവിലത്തെ ഡെയിലി ബ്രെഡ് കൂടുന്നത്, ഒരു കുടുംബം ഏകതയിൽ ഒന്നിച്ച് നിന്ന് ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യത്തിലും ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹവും കൃപയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആത്മീയ ജീവിതത്തിൽ ഉണർവ് ലഭിച്ചത് ഉടമ്പടിയിൽ വന്നതിന് ശേഷമെന്നാണ് ധന്യ നമ്മളോട് വെളിപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലും ക്ഷീണിതരെ ശക്തിപ്പെടുത്തുന്ന ആ ദൈവത്തെ അടുത്തറിയുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന ആ ദൈവം ഉടമ്പടിയിൽ നമുക്കും കണ്ടുമുട്ടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കൃപാസനം അമ്മ, ദുഃഖിതരുടെ അമ്മ, സഞ്ചാരി മാതാവ്, കഷ്ടതയിൽ ആശ്വാസം നൽകുന്ന മാതാവാണ് നമ്മെ ഈശോയിലേക്ക് കരം പിടിച്ച് നയിക്കുന്നത്. അമ്മ നമ്മുടെ കരം പിടിച്ച് യേശുവിലേക്ക്, ആ യഥാർത്ഥ ആശ്വാസത്തിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്. ഉടമ്പടിയിൽ നമ്മുടെ ജീവിതം മുഴുവനും ദൈവത്തിന് സമർപ്പിക്കാം. നമ്മുടെ വേദനകൾ അനുഗ്രഹങ്ങളായി മാറ്റപ്പെടട്ടെ എന്നും കണ്ണുനീർ സന്തോഷമായും ഭയം സമാധാനമായും ദുഃഖം ആശ്വാസമായും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം തന്നെയാണ് നമ്മുടെ ആശ്വാസം, നമ്മുടെ ശക്തി, നമ്മുടെ പ്രത്യാശ എന്ന ഉറച്ച വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കാം. ദിവ്യയ്ക്കും